മലയാളത്തിലെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് എന്താണ്? പുളിങ്കൊമ്പ് പിടിക്കുക. എന്താണ് പുളിങ്കൊമ്പ് പിടിക്കുക? ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് പുളിങ്കൊമ്പ് പിടിക്കുക. പുളിങ്കൊമ്പ് പിടിക്കുക. വിജനമായ റെയിൽവേ സ്റ്റേഷനിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വാക്യത്തിലെ വിശേഷണ പദം ഏതാണ്? എന്താണ്? വിജനമായ റെയിൽവേ സ്റ്റേഷനിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വാക്യത്തിലെ വിശേഷണ പദം ഏതാണ്? വിജനമായ. ഏതാണ്? വിജനമായ. ഇല, ചിറക്, കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്കേതാണ്? ഇല എന്നും ചിറക്. ഇല, ചിറക്, കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്കാണ് പത്രം. പത്രത്തിന് എന്താണ്? ഇല, ചിറക്, കത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇല, ചിറക്, കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്കാണ് പത്രം. നദിയോ? ദീപവതി, ധുനി, സോത്രസ്വിനി, പുഴ, തടിനി, സരിത്ത്, വാഹിനി, നിർജ്ജരി, തരംഗിണി എന്നൊക്കെ നദിക്ക് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ പത്രത്തിന് എന്താ? ഇല, അതേപോലെ ചിറക്, കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്കാണ് പത്രം എന്ന് പറയുന്നത്. പത്രം. നദിക്കുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ദീപവതി, ധുനി. ദീപവതി, ധുനി, സ്രോതസ്വനി, പുഴ, തടിനി, സരിത്ത്, വാഹിനി, നിർജ്ജരി, തരംഗിണി. നിർജ്ജരി, തരംഗിണി, പുഴ, തടിനി, സരിത്ത്, വാഹിനി, ദീപവതി, ധുനി, സ്രോതസ്വിനി എന്നൊക്കെ പറയുന്നത് എന്താണ്? നദിയാണ്. പക്ഷിക്കോ? വിഹഗം, വിഹംഗം, ദ്വിജം, കിളി, ശകുന്തം, പതംഗം, പറവ, പത്രി, നീഡജം തുടങ്ങിയവയൊക്കെ പക്ഷിയുടെ പര്യായപദങ്ങളാണ്. എന്തൊക്കെയാണ്? വിഹഗം, വിഹംഗം, ദ്വിജം, കിളി, ശകുന്തം, പതംഗം, പറവ, പത്രി, നീഡജം തുടങ്ങിയവ പക്ഷിയുടെ പര്യായപദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവൾ പുസ്തകം കട്ടിലിനടിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കളഞ്ഞു എന്ന പദം ചേർത്തത് കൊണ്ട് വാക്യത്തിനുണ്ടായ വിശേഷാർത്ഥം എന്താണ്? എന്താണ്? അത് ക്യാൻസൽ ചെയ്തു. ആ ക്വസ്റ്റ്യന് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. പൂഞ്ചോല എന്ന വാക്ക് ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പൂഞ്ചോല. പൂ പ്ലസ് ചോലയാണ് പൂഞ്ചോല. എന്താണ്? പൂ പ്ലസ് ചോല. പൂ പ്ലസ് ചോലയാണ് പൂഞ്ചോല. പൂ പ്ലസ് ചോലയാണ് പൂഞ്ചോല. പൂഞ്ചോല എങ്ങനെ എഴുതാം? പൂഞ്ചോല. പൂഞ്ചോലയിൽ നമുക്ക് എങ്ങനെ എഴുതാം? പൂ പ്ലസ് ചോല. പൂ പ്ലസ് ചോലയാണ് പൂഞ്ചോല എന്ന് പറയുന്നത്. അതേപോലെയാണ് നിരർത്ഥം. എന്താണ്? നിരർത്ഥം. നിരർത്ഥത്തിന് എങ്ങനെ എഴുതാം? നീ പ്ലസ് അർത്ഥം. നിരർത്ഥം. നീ പ്ലസ് അർത്ഥം. പലവുരു. പലവുരുവിന് എങ്ങനെ എഴുതാം? പല പ്ലസ് ഉരു ആണ് പലവുരു. പല പ്ലസ് ഉരു. പൂച്ചെടി. പൂച്ചെടി. പൂച്ചെടീനെ എങ്ങനെ എഴുതാം? പൂ പ്ലസ് ചെടി. പൂ പ്ലസ് ചെടിയാണ് പൂച്ചെടി. പൂന്തിങ്കൾ. പൂന്തിങ്കൾ. പൂ പ്ലസ് തിങ്കളാണ് പൂന്തിങ്കൾ. പൂങ്കാവ്. പൂങ്കാവ്. എന്താണ്? പൂ പ്ലസ് കാവാണ് പൂങ്കാവ്. അപ്പോൾ പൂഞ്ചോലേനെ എങ്ങനെ എഴുതാം? പൂ പ്ലസ് ചോല. ഇതാണ് പൂഞ്ചോല എന്ന് പറയുന്നത്. ഉദ്ദേശം, ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? ഉദ്ദേശം, ഉദ്ദേശ്യം. ഇതിൽ ലക്ഷ്യം, ഏകദേശം എന്നുള്ളതാണ് ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡി. ഉദ്ദേശം, ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡിയാണ് ലക്ഷ്യം, ഏകദേശം എന്നുള്ളത്. അപ്പോൾ അജിരം, ക്ഷണികം. അജിരം, മുറ്റം എന്നുണ്ട്. എന്താണ്? അജിരം, ക്ഷണികം എന്നും അചീരം. എന്താണ്? അജി. ഇത് ആചീരം. എന്താണ്? ആചീരം. ആചീരം
എന്താണ്? അജിരം എന്നുള്ളതിന് ക്ഷണികം എന്നർത്ഥമുണ്ട്, ക്ഷണികം. അതേപോലെ അജിരം, അജിരത്തിന് എന്താണ് അർത്ഥം? മുറ്റം എന്നർത്ഥമുണ്ട്, മുറ്റം. അപ്പോൾ അജിരം ക്ഷണികം, അജിരം മുറ്റം. അല എന്താണ്? അല എന്ന് പറഞ്ഞാൽ എന്താണ്? അല, അല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളം, ഓളം. അലി എന്ന് പറഞ്ഞാൽ എന്താണ്? അലി, അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉന്നതൻ, അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതൻ. അല ഓളം, അലി ഉന്നതൻ. അതേപോലെ അജിരം ക്ഷണികം, മറ്റേ അത് ചായാണ്, ഇത് ജായാണ്. അപ്പോൾ അജിരം മുറ്റം. അപ്പോൾ ഏകദേശം എന്താണ്? ലക്ഷ്യം, ലക്ഷ്യം ഏകദേശം, ഏകദേശം ലക്ഷ്യം എന്നാണ് വരിക. ഉദ്ദേശം, ഉദ്ദേശം ഉദ്ദേശ്യം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ വരുന്നത് ഏതാണ്? ഏകദേശം. ഉദ്ദേശം നമ്മൾ പറയില്ലേ, ഏകദേശം ഒരു കണക്ക്. ഉദ്ദേശ്യം, ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം. അത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഈ വരികളിലെ ആശയം എന്താണ്? എന്താണ്? പഴയ ശീലങ്ങൾ മനുഷ്യൻ മരിക്കുന്നത് വരെ മറക്കില്ല എന്നതുള്ളതാണ് ആശയം. അപ്പോൾ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഈ വരിയിലെ ആശയം എന്താണ്? പഴയ ശീലങ്ങൾ മനുഷ്യർ മരിക്കുന്നത് വരെ മറക്കില്ല എന്നാണ്. സത്യധർമാദി, ഈ പദം ശരിയായി വിഗ്രഹിക്കുന്നത്. സത്യധർമാദി എന്താണ്? സത്യധർമാദി എങ്ങനെയാണ് വിഗ്രഹിക്കുക? സത്യം, ധർമ്മം, ആദിയായവ എന്നാണ്. സത്യധർമാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്യം, ധർമ്മം, ആദിയായവ. സത്യം, ധർമ്മം, ആദിയായവയാണ് സത്യധർമാദി. എന്താണ് സത്യധർമാദി? സത്യം, ധർമ്മം, ആദിയായവ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യാകരണപരമായി ശരിയായ വാക്യം ഏതാണ്? ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള വാക്യം? തനിക്കെന്താണ് വേണ്ടതെന്ന് വീണ്ടും ഒരിക്കൽ കൂടി അയാൾ ആവർത്തിച്ചു പറഞ്ഞു. കുട്ടികളെ സ്നേഹിക്കുകയും കഴിയുന്നത്ര അവരെ സഹായിക്കാനും ഇത് തെറ്റാണ്. മഹാമാരി ആയതുകൊണ്ടാണ് ബസ്സുകളിൽ ആളുകൾ കുറയാൻ കാരണം. കുന്നുംപുറത്ത് കാണുന്ന വെളിച്ചം ആരുടേതാണ്? ചന്ദ്രൻ്റെയോ നക്ഷത്രങ്ങളുടെയോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് കുന്നുംപുറത്ത് കാണുന്ന വെളിച്ചം ആരുടേതാണ്? ചന്ദ്രൻ്റെയോ നക്ഷത്രങ്ങളുടെയോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ക്രിയ നടക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യയം ചേർന്ന വാക്കേതാണ്? അവരോട് പറഞ്ഞു, വെയിലത്ത് ഉണക്കി, കാക്കയുടെ കരച്ചിൽ, ഇന്ത്യക്ക് നൽകി. ക്രിയ നടക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യയം ചേർന്ന വാക്കേത്? ഏതാണ്? വെയിലത്ത് ഉണക്കി എന്നാണ്. അപ്പോൾ നമുക്ക് ആ ക്രിയ നടക്കുന്ന സമയത്ത് ഉണങ്ങുക എന്നുള്ള പ്രക്രിയ നടക്കുന്ന സമയത്തെ എന്താണ്? സമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? വെയിലത്ത് ഉണക്കി, വെയിലുള്ള സമയത്താണ് ഉണക്കിയത്. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത സെറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.